നമസ്കാരം, ഞാൻ മനീഷ് വാര്യർ. കേരള വിഷൻ നല്ല സമയം എന്ന ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഏപ്രിൽ മാസം 3-ാം വാരത്തിലെ ആഴ്ചഫലമാണ് നോക്കുന്നത്. ഈ ആഴ്ചഫലങ്ങൾ നമ്മുടെ ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഓരോരുത്തർക്കും വ്യത്യസ്തങ്ങളായിരിക്കും. പലതരത്തിലുള്ള ഫലങ്ങളായിട്ടാണ് നമുക്ക് അനുഭവത്തിൽ വരുന്നത്. മേടക്കൂറ് അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യ പാദം ചേർന്നാണ് മേടരാശി. മേടരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ദേഷ്യത്തിലായിരിക്കും. പലതരത്തിലുള്ള അസ്വസ്ഥതകളും ദേഷ്യവുമായിരിക്കും അവർക്ക് വരിക. പെട്ടെന്ന് കോപം വരിക, കാര്യങ്ങൾ ആലോചിക്കാതെ എടുത്തിയാടി ചെയ്യേണ്ടി വരിക, അതുമൂലം ഉണ്ടാകാവുന്ന ചില ഭവിഷ്യത്തുകൾ സംഭവിക്കുന്നതായിരിക്കും ഈ ആഴ്ച. കാരണം സൂര്യൻ ഉച്ചത്തിൽ നിൽക്കുന്നതിനാലും പിന്നെ അവർക്ക് പെട്ടെന്ന് ആരും പറഞ്ഞാലൊന്നും മനസ്സിലാക്കാതെ തന്നിഷ്ടത്തിന് ചെയ്യേണ്ടി വരികയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ വളരെയധികം ശാന്തതയോടെയും ക്ഷമയോടുകൂടിയും വേണം ഈ ആഴ്ച മേടരാശിക്കാർ ഓരോ കാര്യത്തെയും സമീപിക്കാനായിട്ട്. എല്ലാ മേഖലകളിലുള്ള ആൾക്കാർക്കും പലതരത്തിലുള്ള അസ്വസ്ഥതകളുണ്ടായിരിക്കും. വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നഷ്ടങ്ങൾ എന്നല്ല പറയേണ്ടത്. ഒരു പൊതുവെ ഒരു സമാധാനമില്ലാത്ത ആഴ്ച. പക്ഷെ പല നല്ല കാര്യങ്ങൾ ഉണ്ടാകുമെങ്കിലും പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, അതായത് അവർക്കൊരു ശാന്തി കിട്ടാതെ വരിക, ഒരു സമാധാനമില്ലാതെ വരിക, എന്ത് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരുതരം അസ്വസ്ഥതയായിരിക്കും മനസ്സിൽ കൂടുതലും വരിക. വളരെയധികം ശ്രദ്ധയോടെയും ശാന്തതയോടെയും ക്ഷമയോടും കൂടി വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനും അത് നടപ്പിലാക്കാനും ശ്രമിക്കുന്നത്. നമുക്ക് ക്ലേശങ്ങൾ കുറവായിരിക്കും. അതേപോലെ തന്നെ നല്ല രീതിയിലുള്ള മൂവ്മെൻറ്റ്സ്, നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളിലേക്കും ഒരു തുടർ നടപടികൾ ഉണ്ടാവുക. അതിലൂടെ നമുക്ക് പലതരത്തിലുള്ള ലാഭങ്ങളും നേട്ടങ്ങളും ഒക്കെ ഉണ്ടാകും. പക്ഷേ എന്നിരുന്നാലും മനസ്സ് അസ്വസ്ഥമല്ലാത്തതിനാൽ അതിനെ വേണ്ട വിധത്തിൽ സന്തോഷിക്കാനോ അല്ലെങ്കിൽ ആസ്വദിക്കാനോ സാധിക്കുകയില്ല. അപ്പോൾ അതിനായിട്ട് മേടരാശിക്കാർ ഈ ആഴ്ച വളരെയധികം ശ്രദ്ധയോടുകൂടി മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. അതായത് അവർക്ക് മെഡിറ്റേഷൻ അല്ലെങ്കിൽ ധ്യാനം പോലുള്ള യോഗക്രിയകൾ ചെയ്ത് തൻ്റെ മനസ്സിന് ശാന്തി വരുത്തുകയും അതോടൊപ്പം തന്നെ ഇഷ്ടദൈവത്തെ ഭജിക്കുകയും ചെയ്യേണ്ടതാണ്. പ്രത്യേകിച്ചും കാർത്തിക നക്ഷത്രത്തിലുള്ള ആൾക്കാർ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം കാര്യങ്ങളെ സമീപിക്കാനായിട്ട്. ഇടവക്കൂറ് കാർത്തിക 3/4 പാദവും രോഹിണി മകീരത്തിൻ്റെ അരപ്പാദവും ചേർന്നാണ് ഇടവക്കൂറ്. ഇടവരാശിക്കാർക്ക് പൊതുവെ നല്ലതാണെങ്കിലും കുട്ടികളായിട്ടുള്ള ആൾക്കാർക്ക് പലതരത്തിലുള്ള അസ്വസ്ഥതകൾ, രോഗദുരിതങ്ങൾ, രോഗപീഠകൾ എന്നുള്ളത് പറയുന്നുണ്ട്. അപ്പോൾ അത് കുട്ടികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനും. അവർ കളിക്കുമ്പോഴും അല്ലെങ്കിൽ അതിന് വേണ്ടുന്ന അങ്ങനെയുള്ള ഓട്ടവും ചാട്ടവും ഒക്കെ ചെയ്യുമ്പോഴും ചെറിയ രീതിയിലുള്ള അപകടങ്ങൾ സംഭവിക്കാനൊരു സാധ്യത പറയുന്നുണ്ട് കുട്ടികൾക്ക്. മുതിർന്ന ആൾക്കാർക്ക് പ്രത്യേകിച്ച് വലിയ ദോഷങ്ങളൊന്നും പറയുന്നില്ലെങ്കിലും അവരും ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ മുന്നോട്ട് നോക്കാനായിട്ട്. മനസ്സിന് കുറച്ച് അസ്വസ്ഥതകൾ ഉണ്ടാകാനൊരു സാധ്യത അവിടെയുണ്ട്. ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നും വേണ്ട വിധത്തിലുള്ള ഒരു സഹകരണം കിട്ടാതെ വരും. അതിനാൽ അതിനെ വളരെ ക്ഷമയോടെയും ദേഷ്യപ്പെടാതെയും കൊണ്ടുപോകണം. മനസ്സ് വലിയ രീതിയിലുള്ള കലുഷിതമല്ലെങ്കിലും പലതരത്തിലുള്ള മാനസിക സംക്ലേശങ്ങൾ ഉണ്ടാകാനൊരു സാധ്യത അവിടെയുണ്ട്. പ്രത്യേകിച്ച് ഫാമിലി ആയിട്ടുള്ള ആൾക്കാർക്ക്, അതായത് കുടുംബത്തിനകത്ത് ഭാര്യ ഭർത്തൃ ബന്ധം കുറച്ച് വഷളാകും, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ വരികയും അതുമൂലം സമാധാനം പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതാണ്. പക്ഷേ എന്നാൽ ഫൈനാൻഷ്യലായിട്ടും അല്ലെങ്കിൽ മറ്റുള്ള ജനറലായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വളരെയധികം തുടർ നടപടികൾ ഉണ്ടാവുകയും അതിൽ നിന്ന് അവർക്ക് ലാഭങ്ങളോ അല്ലെങ്കിൽ നേട്ടങ്ങളോ ഉണ്ടാകാവുന്ന ഒരാഴ്ചയാണ് ഇടവരാശിക്കാർക്ക് ഈ ആഴ്ച. അവർ വളരെയധികം ശ്രദ്ധയോടുകൂടി വേണം ഓരോ കാര്യങ്ങൾ മുന്നോട്ട് പോകാനും മുന്നോട്ട് ചെയ്യാനായിട്ടും. അല്ലെങ്കിൽ ഈ മനസ്സിൻ്റെ ചെറിയ അസ്വസ്ഥത കൊണ്ട് ചിലപ്പോൾ മണ്ടത്തരങ്ങൾ കാണിക്കും. ആ മണ്ടത്തരങ്ങൾക്ക് വലിയ
നഷ്ടങ്ങളുണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതിന് വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും ഇടവരാശിക്കാർ ഈ ആഴ്ച. മിഥുനക്കൂറ് മകീരത്തിൻ്റെ അരയും തിരുവാതിരയും പുണർന്നതിൻ്റെ മുക്കാൽ പാദവും ചേർന്നതാണ് മിഥുനക്കൂറ്. മിഥുനക്കൂറിലുള്ള ദമ്പതികൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ദേഷ്യമാണ് പ്രധാനം. പരസ്പരമുള്ള ഭർത്താവായാലും ഭാര്യയായാലും ഞാൻ ചെയ്യുന്നതാണ് ശരി എന്നുള്ള ഒരു ധാർഷ്ട്യഭാവത്തോടെ ഇരിക്കുകയും അതുമൂലം അവർ തമ്മിൽ കലഹങ്ങളുണ്ടാവുകയും ആ കലഹം കുടുംബത്തിലെ മറ്റ് മെമ്പറുകളെ സ്വാധീനിക്കുകയും അതുപോലെ കുടുംബത്തിനകത്തൊരു സമാധാനം പോകുന്നൊരു സാഹചര്യമുണ്ട്. പക്ഷെ എന്നിരുന്നാൽ തന്നെയും സാമ്പത്തികമായി ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും നേട്ടങ്ങളുണ്ടാവും. അവർക്ക് വലിയ രീതിയിലുള്ള പുതിയ സംരംഭങ്ങളിലേക്ക് പോകാനും പുതിയ ജോലി കിട്ടാനും ഉള്ളൊരു കാലം കൂടിയാണ് ഈ ആഴ്ച മിഥുന രാശിക്കാർക്ക്. പക്ഷേ അവർ വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും. കാരണം അവരുടെ മനസ്സിന് അസ്വസ്ഥമാക്കുന്ന ചില കാര്യങ്ങൾ പുറത്തുനിന്നും ഉണ്ടാകും. അതുമൂലം ദേഷ്യം കൂടുകയും പലരോടും മുഖത്തടിച്ച പോലെ വർത്തമാനം പറയേണ്ടി വരികയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ബന്ധങ്ങൾ വഷളാകുന്ന ഒരു സമയം കൂടിയാണ്. മറ്റുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ വലിയ ക്ലേശങ്ങളില്ലാതെ നമുക്ക് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നതാണ്. അവരും യഥാവിധി ഈശ്വരഭജനം നടത്തി മനസ്സിന് ശാന്തിയോടുകൂടി വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും. കർക്കിടക്കൂറ് പുണർദത്തിൻ്റെ ആദ്യ കാൽപാദവും പൂയവും ആയില്യവും ചേർന്നതാണ് കർക്കിടക്കൂറ്. കർക്കിടക രാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ സമ്മിശ്രിതമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ടെങ്കിലും അതേപോലെ തന്നെ ക്ലേശങ്ങളുമുണ്ട്. പ്രത്യേകിച്ചും വിദേശയാത്ര നടത്തുന്ന ആൾക്കാർക്ക് പലതരത്തിലുള്ള ദുരനുഭവങ്ങളുണ്ടാകും. അവർക്ക് ശ്രദ്ധക്കുറവ് കൊണ്ടോ അല്ലെങ്കിൽ ഇടപെടുന്ന ആൾക്കാർ അവരെ പ്രോപ്പറായിട്ട് സഹായിക്കാതെ വരുമ്പോൾ മൂലം ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, അവരെ കൊണ്ടുപോകുന്ന അവരവരുടെ സാധനങ്ങൾ നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവിടെ മറ്റൊരു ദേശത്ത് പെട്ടുപോവുക എന്നൊക്കെ പറയുന്ന ഒരു രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാകേണ്ട ഒരു സാധ്യത കർക്കിടക രാശിക്കാർക്കുണ്ട്. അത് യാത്ര ചെയ്യുന്ന ആൾക്കാർക്ക്. അതുകൊണ്ട് യാത്ര വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പ്രത്യേകിച്ച് ആയില്യം നക്ഷത്രമുള്ള ആൾക്കാർക്കാണ് പറയേണ്ടത്. ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്നുള്ള സഹകരണമില്ലായ്മ, അവർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുക, നമ്മളത് കേൾക്കാതെ പാതി ചെയ്യുക, അതുമൂലം ഉണ്ടാകാവുന്ന കുറച്ച് ബുദ്ധിമുട്ടുകൾ ആയില്യം നക്ഷത്രത്തിലുള്ളവർക്ക് ഈ ആഴ്ചയുണ്ട്. പക്ഷേ എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധയോടെയും തന്നിങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഉണ്ടാകും എന്ന് പ്രതീക്ഷിച്ച് അതിനെ തരണം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. മറ്റുള്ള എല്ലാ മേഖലകളിലും ചെറിയ രീതിയിലുള്ള നേട്ടങ്ങളുണ്ട്. ക്ലേശങ്ങൾ കുറച്ച് കുറവാണ്. എന്നാലും അവർ ശ്രദ്ധിച്ച് വേണം പല കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാനായിട്ടും. പ്രത്യേകിച്ച് കുട്ടികളായിട്ടുള്ള ആൾക്കാർ, അവർക്ക് മുന്നോട്ടുള്ള വിദ്യാഭ്യാസത്തിൻ്റെതായ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ട കാലമാണ്. ആ സമയത്ത് പലതരത്തിലുള്ള തടസ്സങ്ങൾ വരികയും അല്ലെങ്കിൽ അവർ ഉദ്ദേശിക്കുന്ന രീതിയിൽ പലതും കിട്ടാതെ വരികയും ചെയ്യും. അപ്പോൾ എന്നിരുന്നാലും കുറച്ച് നാൾ വെയിറ്റ് ചെയ്തിട്ടാണെങ്കിൽ പോലും കിട്ടിയതിന് ചെയ്യരുത് എന്നാണ് പറയേണ്ടത്. അപ്പോൾ തങ്ങൾക്ക് ആഗ്രഹമുള്ള അല്ലെങ്കിൽ തൻ്റെ മനസ്സിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ മാത്രമേ അവിടെ ചെയ്യാൻ പാടൂ. എന്നാൽ മാത്രമേ അവർക്കൊരു നല്ല രീതിയിലുള്ള ഒരു തുടക്കം കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ അത് കുറച്ച് കഴിയുമ്പോൾ വളരെയധികം ബുദ്ധിമുട്ടായി വരുന്ന ഒരു കാലമുണ്ടാകാം. അപ്പോൾ അവരും വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് ഈശ്വരനെ ഭജിച്ച് മനസ്സിന് ശാന്തി വരുത്തേണ്ടതാണ്. ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യപാദം ചേർന്നതാണ് ചിങ്ങക്കൂറ്. ചിങ്ങരാശിക്കാർക്ക് പൊതുവെ കാലം അനുകൂലമാണ്. പലതരത്തിലുള്ള നേട്ടങ്ങൾ വരികയും പല പുതിയ അവസരങ്ങൾ അവരെ തേടിയെത്തുകയും അതിൽ നിന്നും അവർക്ക് വലിയ രീതിയിലുള്ള ഒരു ലാഭങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്ന ഒരു കാലം കൂടിയാണ്. ഇപ്പോൾ തുടക്കം കുറിക്കുക എല്ലാ കാര്യങ്ങളിലും, കുടുംബപരമായിട്ടുള്ള ജീവിതത്തിലാണെങ്കിലും ദാമ്പത്യത്തിലാണെങ്കിലും പുതിയ ജോലി സ്ഥലത്താണെങ്കിലും എല്ലാത്തിലും വളരെയധികം സന്തോഷം കിട്ടുന്ന ഒരു കാലമാണ് ചിങ്ങരാശിക്കാർക്ക് ഈ ആഴ്ച. നമുക്ക് പുതിയ മേടരാശി സൂര്യൻ വളരെയധികം സ്ട്രോങ്ങായി നിൽക്കുകയും അവർക്ക് വേണ്ട ഒരു അഡ്വൈസ് പലരുടെ ഭാഗത്തും മേലധികാരികളുടെ ആണെങ്കിലും മുതിർന്നവരുടെ ആണെങ്കിലും ഗുരുക്കന്മാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും നല്ല നല്ല ഉപദേശങ്ങൾ കിട്ടുകയും ആ ഉപദേശങ്ങൾ അനുസരിച്ച് ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്നതിനാൽ അവർക്ക് വളരെയധികം നേട്ടങ്ങളും അതേപോലെ തന്നെ ലാഭങ്ങളും ഉണ്ടാകുന്ന ഒരു ആഴ്ചയാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള
എല്ലാ കാര്യങ്ങളും അവർ നല്ല രീതിയിൽ ചെയ്യുക. അതേപോലെ തന്നെ യഥാശക്തി ഈശ്വരനെ ഭജിച്ച് മനസ്സിന് ധ്യാനം കൂട്ടി ഉള്ള സന്തോഷത്തെ കൂടുതൽ സങ്കടത്തിലേക്ക് ആവാതെ ശ്രദ്ധിക്കേണ്ടതാണ്. കന്നിക്കൂറ് ഉത്രം 1/4 പാദവും അത്തവും ചിത്രയുടെ അരപ്പാദവും ചേർന്നതാണ് കന്നിക്കൂറ്. കന്നിരാശിക്കാർക്കും ഈ കാലം മോശപ്പെട്ട ഒരു സമയമല്ല. പലതരത്തിലുള്ള നേട്ടങ്ങൾ അവരെ തേടി വരുന്നുണ്ട്. എല്ലാ മേഖലകളിലും അവർ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ലാഭങ്ങളായാലും സ്ഥാനമാനങ്ങളായാലും അവരെ തേടിയെത്തുന്നതാണ്. പലതരത്തിലുള്ള ഉദ്യോഗാർത്ഥികൾ ജോലി തേടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുകയും അതേപോലെ തന്നെ പ്രവേശന പരീക്ഷകൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർക്ക് നല്ല ഉന്നതമായ വിജയമുണ്ടാവുക, വിദ്യാർത്ഥികൾക്കാണെങ്കിലും അറ്റൻഡ് ചെയ്ത അല്ലെങ്കിൽ അവർ ഏർപ്പെട്ട പരീക്ഷകളിലൊക്കെ നല്ല രീതിയിൽ പാസ്സാകാൻ സാധിക്കുകയും അതേപോലെ തന്നെ മുന്നോട്ട് പുതിയ നല്ല ഒരു വിദ്യ ചെയ്യാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു കാലമായിട്ടാണ് നമ്മൾ പറയേണ്ടത്. വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് തനിക്ക് അബദ്ധങ്ങളൊന്നും പറ്റാതെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. കന്നിക്കാർക്ക് ഈ ആഴ്ച പൊതുവെ ഒരു ഉത്തമമായിട്ടാണ് പറയുന്നത്. എന്നിരുന്നാലും വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. തുലാക്കൂറ് ചിത്രയുടെ അരപ്പാദവും ചോതി വിശാഖത്തിൻ്റെ 1/4 പാദവും ചേർന്നതാണ് തുലാരാശി. തുലാരാശിക്കാർക്ക് തുലാരാശിയിലുള്ള വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് സങ്കടകരമായ ഒരു ആഴ്ചയായിട്ടാണ് പറയേണ്ടത്. പലതരത്തിലുള്ള യാത്രകൾ ഉണ്ടാവുകയും ആ യാത്ര കൊണ്ട് ചെറിയ ദോഷങ്ങൾ അല്ലെങ്കിൽ കഷ്ടനഷ്ടങ്ങൾ പല സ്ഥലങ്ങളിൽ പെട്ടുപോവുക, വാഹനത്തിന് ചെറിയ രീതിയിലുള്ള കേടുപാടുകൾ സംഭവിക്കുക, അതുമൂലം ഉണ്ടാകാവുന്ന മാനസിക അസ്വാസ്ഥ്യങ്ങൾ, ധനനഷ്ടങ്ങൾ ഒക്കെയുണ്ട്. അത് വളരെയധികം ശ്രദ്ധയോടെ ശ്രദ്ധിച്ച് വേണം. തുലാരാശിയിലുള്ള വാഹനം ഉപയോഗിക്കുന്ന ആൾക്കാർ, പൊതുവെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഉത്തമമായിട്ടാണ് പറയുന്നത്. അതേപോലെ തന്നെ ജോലി തേടുന്ന ആൾക്കാർക്ക് ജോലി കിട്ടാനൊരു സാധ്യതയുണ്ട്. നല്ല രീതിയിലുള്ള സ്ഥാനമാനങ്ങൾ വരിക, വിദ്യാഭ്യാസം തേടുന്ന ആൾക്കാർക്ക് നല്ല വിദ്യ കിട്ടാനുള്ള സാധ്യത, അതേപോലെ തന്നെ വിവാഹം തേടുന്ന ആൾക്കാർക്ക് വിവാഹം വരാനുള്ളൊരു സാധ്യത, അതുപോലെ തന്നെ പുതിയ കുടുംബം തുടങ്ങാൻ സാധിക്കുക, കുടുംബത്തിനകത്തേക്ക് പുതിയ അംഗങ്ങൾ വരിക, കുട്ടികളുണ്ടാവുക, അതിലൂടെയുള്ള ഒരു സന്തോഷം ഉണ്ടാകുക. അങ്ങനെ കുടുംബത്തിനകത്തൊരു സന്തോഷപ്രദമായൊരു അന്തരീക്ഷം ഉണ്ടാകാനൊരു സാധ്യത ഈ ആഴ്ച തുലാരാശിക്കാർക്ക് പറയുന്നുണ്ട്. വളരെയധികം ശ്രദ്ധയോടെയും തൻ്റെ മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന പല കാര്യങ്ങളുണ്ടാകുമെങ്കിലും അതിലൊന്നും ചെന്ന് പെടാതെ വളരെ ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ടും. അതിനുവേണ്ടി ഈശ്വര ഭജനവും നടത്തി ധ്യാനം പോലുള്ള മാനസിക ശാന്തി വരുത്തുന്ന ക്രിയകളൊക്കെ ചെയ്ത് സന്തോഷത്തോടെ പോകണം. വൃശ്ചികക്കൂറ് വിശാഖത്തിൻ്റെ ആദ്യ കാൽപാദവും അനീഴവും തൃക്കേട്ടയും ചേർന്നതാണ് വൃശ്ചികക്കൂറ്. വൃശ്ചിക രാശിക്കാർക്ക് ഈ കാലം പൊതുവെ നല്ലതല്ല. പലതരത്തിലുള്ള മാനസിക സമ്മർദ്ദങ്ങളാണ് പറയേണ്ടത്. ചുറ്റുമുള്ള ആൾക്കാരുടെ ഭാഗത്തു നിന്ന് നമുക്ക് മാനസിക സമ്മർദ്ദം ഉണ്ടാവുക, അല്ലെങ്കിൽ പല കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുക, അതുമൂലം തനിക്ക് ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങൾ ചെയ്യേണ്ടി വരിക, അതുമൂലം ഉണ്ടാകുന്ന മാനസിക അസ്വാസ്ഥ്യം, ആ മാനസിക അസ്വാസ്ഥ്യം ശാരീരിക അസ്വാസ്ഥ്യം രോഗങ്ങളായിട്ടോ അല്ലെങ്കിൽ സുഖമില്ലായ്മയായിട്ടോ വരാനൊരു സാധ്യത പറയുന്നുണ്ട്. പലതരത്തിലുള്ള പഴി കേൾക്കേണ്ടി വരിക, ഉപദ്രവങ്ങൾ വരിക, പേടിപ്പിക്കുക എന്ന് പറയുന്ന രീതിയിലുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കാനൊരു സാധ്യത വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ചയുണ്ട്. അവരും വളരെയധികം ശ്രദ്ധയോടെ വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാനും. മറ്റുള്ളവർക്ക് സമ്മർദ്ദത്തിന് വഴങ്ങാതെ തൻ്റെ മനസ്സിൻ്റെ ശക്തി കൊണ്ട് അതിനെ തരണം ചെയ്യേണ്ടതാണ്. അങ്ങനെ പറ്റാത്ത പക്ഷം പലതരത്തിലുള്ള ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതാണ്. അതൊന്ന് ശ്രദ്ധിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങളിൽ ഇടപെടാനും ചെയ്യാനും. പ്രത്യേകിച്ച് ഈ ലോൺ എടുത്ത ആൾക്കാർ, അല്ലെങ്കിൽ പൈസ മറ്റുള്ളവരിൽ നിന്ന് സഹായം സ്വീകരിച്ച ആൾക്കാർ, ഇവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടമായ ഒരു കാലമാണ്. പൊതുവേ കുറച്ച് ക്ലേശങ്ങളുണ്ടെങ്കിലും ശ്രദ്ധയോടുകൂടി നമുക്കതിനെ തരണം ചെയ്യാൻ സാധിക്കുന്നതാണ് വൃശ്ചിക രാശിക്കാർ. ധനുക്കൂറ് മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യ കാൽപാദം ചേർന്നതാണ് ധനുരാശി. ധനുരാശിക്കാർക്കും ഈ കാലം മോശപ്പെട്ട സമയമാണ്. പഴി കേൾക്കേണ്ടി വരിക, പലതരത്തിലുള്ള
ക്ലേശങ്ങളുണ്ടാവുക, തടസ്സങ്ങൾ വരിക, ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളൊന്നും നടക്കാതെ വരിക, അല്ലെങ്കിൽ അത് നീണ്ടുപോവുക, അതുമൂലം ഉണ്ടാകാവുന്ന സാമ്പത്തിക നഷ്ടങ്ങൾ, മാനസികമായിട്ടുള്ള പീഡനങ്ങൾ, ഇതൊക്കെ ഉണ്ടാകാനൊരു സാധ്യത ധനുരാശിക്കാർക്കും ഈ ആഴ്ച നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടെ വേണം അവരും ഓരോ കാര്യങ്ങളെ മുന്നോട്ടെടുക്കാനും. എല്ലാ മേഖലയിലുള്ള ആൾക്കാരും, അതിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട വിദ്യാഭ്യാസപരമായ കാര്യങ്ങളിൽ ഏർപ്പെടുന്ന ആൾക്കാർക്കാണ് വളരെയധികം സങ്കടകരമായ ഒരവസ്ഥ അല്ലെങ്കിൽ മോശപ്പെട്ട ഒരു കാലമായിട്ട് ആഴ്ചയായിട്ട് നമ്മൾ പറയേണ്ടത്. കാരണം വിദ്യയ്ക്ക് ബ്ലോക്ക് വരിക, കൊടുത്ത ധനം നഷ്ടപ്പെടുക, അല്ലെങ്കിൽ നമ്മൾ ഏജൻറ്റുമാർ വഴിയാണ് നമ്മൾ പോകണമെങ്കിൽ ഏജൻറ്റുമാർ നമ്മളെ പറ്റിക്കുക, അങ്ങനെയുള്ള ചില കാര്യങ്ങൾ നടക്കാനൊരു സാധ്യത അവിടെയുണ്ട്. അതുകൊണ്ട് ധനുരാശിയിലുള്ള എല്ലാ നക്ഷത്രക്കാരും വളരെയധികം ശ്രദ്ധയോടെ വേണം കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട്. അപ്പോൾ അതിനുവേണ്ടി ഇങ്ങനെയുള്ള അബദ്ധങ്ങളിലൊന്നും ചെന്നപ്പെടാതെ മനസ്സിന് ശക്തി കിട്ടാനായിട്ട് യഥാശക്തി ഈശ്വരഭജനം നടത്തി തൻ്റെ സങ്കടങ്ങളെയും ദുരിതങ്ങളെയും മാറ്റി നിർത്തേണ്ടതാണ്. മകരക്കുറ. ഉത്രാടത്തിൻ്റെ മുക്കാപാദവും തിരുവോണം അവിട്ടം അരപ്പാദവും ചേർന്നതാണ് മകരക്കുറ. മകരരാശിക്കാർക്ക് ഈ ആഴ്ച ഗുണദോഷ മിശ്രിതമായിട്ടാണ് പറയുന്നത്. പലതരത്തിലുള്ള ക്ലേശങ്ങളുണ്ടെങ്കിലും അത് ആഴ്ച മധ്യത്തോടു കൂടിയിട്ട് മാറി സന്തോഷത്തിലേക്ക് വരുന്ന ഒരവസ്ഥയാണ്. കുടുംബത്തിനകത്തെ അംഗങ്ങൾ തമ്മിലുള്ള ബന്ധമാണ് എടുത്തു പറയേണ്ടത്. തുടക്കത്തിൽ കലഹങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും പിന്നീടത് രമ്യതയിലാവുകയും നല്ല രീതിയിലുള്ള ഒരു സന്തോഷം കിട്ടുന്ന ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നതാണ്. അവിടെയും സംസാരമാണ് ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് പലതരത്തിലുള്ള പ്രലോഭനങ്ങളും ഭ്രമങ്ങൾ വരികയും ആ ഭ്രമങ്ങളെ ചൊല്ലി പരസ്പരം അംഗങ്ങൾ തമ്മിൽ കലഹിക്കുന്ന ഒരവസ്ഥ വരാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിനെ ഒന്ന് വളരെയധികം ശ്രദ്ധയോടെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. പലതരത്തിലുള്ള നേട്ടങ്ങളുണ്ട്. ഇപ്പോൾ ജോലി തേടുന്ന ആൾക്കാർക്ക് ജോലി കിട്ടുകയും വിദ്യാഭ്യാസപരമായിട്ടുള്ളവർക്ക് പുതിയ വിദ്യ കിട്ടുകയും അതുപോലെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു ആഴ്ചയാണ് മകരരാശിക്കാർക്ക് ഈ ആഴ്ച. കുംഭക്കൂർ. അവിട്ടത്തിൻ്റെ അരപ്പാദവും ചതയവും പൂരിട്ടാതിൻ്റെ മുക്കാപാദവും ചേർന്നതാണ് കുംഭക്കൂർ. കുംഭരാശിക്കാർക്ക് പൊതുവെ മെച്ചപ്പെട്ട ഒരു ആഴ്ചയായിട്ടാണ് പറയേണ്ടത്. അവർക്ക് പലതരത്തിലുള്ള നേട്ടങ്ങൾ വരിക, സന്തോഷപ്രദമായ കാര്യങ്ങൾ കുടുംബത്തിനകത്ത് ഉണ്ടാവുക, മംഗളകരമായ കാര്യങ്ങൾ നടക്കുക. ഉദാഹരണമായി പറഞ്ഞാൽ വാഹനം മേടിക്കാൻ സാധിക്കുക, പുതിയ ഭവനം നിർമ്മിക്കാനുള്ള തുടക്കം തുടങ്ങുക, അങ്ങനെയുള്ള പലതരത്തിലുള്ള സന്തോഷങ്ങൾ അല്ലെങ്കിൽ നേട്ടങ്ങൾ ഉണ്ടാകാവുന്ന ഒരു ആഴ്ചയാണിത്. ഉദ്യോഗാർത്ഥികൾക്കാണെങ്കിൽ അവാർഡ് കിട്ടുക, അല്ലെങ്കിൽ താൻ ചെയ്ത ജോലിക്ക് യഥാവക്തി അംഗീകാരം ലഭിക്കുക, അതിലൂടെ സാമ്പത്തിക ലാഭം ഉണ്ടാവുക, അങ്ങനെയുള്ള കുറേ നല്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നേട്ടമുള്ള കാര്യങ്ങൾ സംഭവിക്കാനും അതിനുള്ള തുടക്കവും ഈ ആഴ്ചയിൽ സംഭവിക്കുന്നതാണ്. അവർ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് തങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾ മതിമറക്കാതെ ശ്രദ്ധിച്ച് വേണം ഓരോ കാര്യങ്ങളും മുന്നോട്ട് ചെയ്യാനും. അതിനുവേണ്ടിയുള്ള ഈശ്വരപാചനങ്ങൾ പ്രാർത്ഥനകൾ നടത്തി മുന്നോട്ട് പോകേണ്ടതാണ്. മീനക്കൂർ. പൂരിട്ടാതിയുടെ കാൽപാദവും ഉത്രട്ടാതി രേവതിയും ചേർന്നതാണ് മീനക്കൂർ. മീനരാശിക്കാർക്ക് ഈ ആഴ്ച പൊതുവേ ഗുണദോഷ മിശ്രിതമായിട്ടാണ് പറയുന്നത്. നേട്ടങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പലതര ലാഭങ്ങൾ വരുമെങ്കിലും ആ ലാഭങ്ങൾ നിൽക്കണമെന്നില്ല, നഷ്ടങ്ങളായി ചിലപ്പോൾ വരാം. ഉദാഹരണമായി പറഞ്ഞാൽ ഷെയർ മാർക്കറ്റിൽ ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർ വളരെയധികം സൂക്ഷിക്കേണ്ടതാണ്. അവർക്ക് ലാഭം കിട്ടിയ ലാഭം ചിലപ്പോൾ പോകാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള നഷ്ടങ്ങളാണ് പറയുന്നത്. ലാഭം ഉണ്ടാക്കിയിട്ട് അശ്രദ്ധ കൊണ്ട് നഷ്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലമാണ് പറയേണ്ടത്. അതുപോലെ ബിസിനസ്സുകാർക്കാണെങ്കിലും എടുത്തു ചാടി ചില തീരുമാനങ്ങൾ എടുക്കുകയും അതുകൊണ്ട് അവർക്ക് പലതരത്തിലുള്ള ദുരിതങ്ങൾ സംഭവിക്കുന്ന ഒരു കാലം കൂടിയാണ് മീനക്കാരാശിക്കാർക്ക് ഈ ആഴ്ച. അതിൽ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കാൻ പറയുന്നത് നിയമപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ്. ആ നിയമപരമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കുറേ പ്രശ്നങ്ങൾ വന്നുപെടാനൊരു സാധ്യത അവിടെ നമ്മൾ പറയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും വളരെയധികം ശ്രദ്ധയോടെയും ആലോചിച്ചും അതിന് വേണ്ടുന്ന വിദഗ്ധ ഉപദേശം തേടിയും നമ്മൾ കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ യാതൊരുവിധ പ്രശ്നങ്ങളും സംഭവിക്കില്ല. വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം കൂടെ അവിടെ മീനരാശിക്കാർക്ക് ഈ ആഴ്ചയുണ്ട്. പൊതുവെ എല്ലാ നക്ഷത്രത്തിലുള്ള ആൾക്കാർക്കും
ഗുണദോഷപരമായിട്ടാണ് നമ്മൾ പറയുന്നത്. പ്രത്യേകിച്ച് മേടത്തിൻ്റെ തുടക്കത്തിൽ നേട്ടങ്ങൾ എല്ലാവർക്കും ഉണ്ടെങ്കിലും ചില നക്ഷത്രത്തിലുള്ള ആൾക്കാർക്ക് കഷ്ടനഷ്ടങ്ങൾ പറയുന്നുണ്ട്. അതിൽ ആരോഗ്യപരമായിട്ട് ദോഷങ്ങളുണ്ടാകാനൊരു സാധ്യതയുണ്ട്. അതേപോലെ തന്നെ ദേഹവിയോഗം നടക്കാനൊരു ഇതും അവിടെയുണ്ട്. അതുകൊണ്ട് അതിൽ സങ്കടപ്പെടുത്താതെ അല്ലെങ്കിൽ മനസ്സിനെ കൂടുതൽ തളർച്ചയിലേക്ക് കൊണ്ടുപോകാതെ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ ഓരോ കാര്യങ്ങളും മനഃശക്തിയോട് കൂടിയിട്ട് ജപിച്ച് നമ്മുടെ ഇഷ്ടദൈവത്തെ ഭജിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് വളരെയധികം നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാനും അതേപോലെ തന്നെ തൊഴിൽപരമായിട്ടാണെങ്കിലും കർമ്മപരമായിട്ടാണെങ്കിലും എല്ലാ മേഖലയിലും നമുക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോട് കൂടിയിട്ട് നമ്മൾ വേണം കാര്യങ്ങൾ ചെയ്യാനായിട്ട്. ഇതോടുകൂടി ഈ ആഴ്ചയിലെ നല്ല സമയം ഇവിടെ സമാപിക്കുകയാണ്. അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി വീണ്ടും വരാം. നന്ദി, നമസ്കാരം.